സരിത നൽകിയ കത്തിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിക്കുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ചേരുകയാണ്. ആ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ ടിവിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദ് ലൈംഗിക ചുവയോടുകൂടി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് സരിത സമ്മതിക്കുന്നു കത്തിൽ. സരിത തുറന്നു പറയുന്നു കത്തിൽ. തുടങ്ങിയ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ചേരുകയാണ്. രാജീവ്, കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ലഭിച്ച കത്തിന്റെ പകർപ്പിലെ. അജിംഷാദ്, വളരെ നിർണായകമായ ഒരു രേഖയാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സരിത പത്തനംതിട്ട ജില്ലാ ജയിലിൽ വെച്ച് കഴിയവേ അവിടെ സൂപ്രണ്ടിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ ജയിലിൽ തനിക്ക് അനുഭവപ്പെട്ട ശാരീരികമായും മാനസികമായും താൻ ചൂഷണം ചെയ്യപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ ഒരു കത്തിൽ എഴുതിയിരുന്നു. 30 പേജുള്ള 30 പുറമുള്ള കത്താണത്. ആ കത്തിൽ കൃത്യമായി തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. വളരെ നിർണായകമായ ഭാഗങ്ങളിൽ ഒന്നാണിത്. 30 പേജുള്ള കത്തിൻ്റെ അതിൽ ഞാൻ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഭാഗം ഇത്രയാണ്. എൻ്റെ കമ്പനിയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഞാൻ പല മന്ത്രിമാരുമായും കേന്ദ്രമന്ത്രിമാരുമായും മുഖ്യമന്ത്രിയുമായും MLA-മാരുമായും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അവരിൽ പലരിൽ നിന്നും വളരെ മോശമായ പ്രതികരണങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചിലർ എന്നെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തു. എൻ്റെ കമ്പനിയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യുത് ശക്തി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറിനെ ഒട്ടേറെ തവണ കാണേണ്ടതായും ടെലിഫോണിൽ ബന്ധപ്പെടേണ്ടതായും വന്നിട്ടുണ്ട്. എൻ്റെ പിതാവിനോളം പ്രായമുണ്ട് അദ്ദേഹത്തിന്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. കമ്പനി റിന്യൂവബിൾ എനർജി പോളിസിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ആര്യാടൻ മുഹമ്മദ് സാറിനെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് അപമര്യാദയായി പെരുമാറി. ഇതിൽ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പുറത്തുവിടുന്ന ഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായും MLA-മാരുമായും കേന്ദ്രമന്ത്രിമാരുമായും പല മന്ത്രിമാരുമായും തനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് പലരിൽ നിന്നും തനിക്ക് ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിനെ കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് ആ ഭാഗമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആര്യാടൻ മുഹമ്മദ് ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് സരിത ഇപ്പോൾ പറയുകയാണ്. കൃത്യമായി തന്നെ സരിത ഈ കത്താണ് സോളാർ കമ്മീഷന് മുമ്പാകെ ഇന്ന് ഹാജരാക്കിയിട്ടുള്ളത്. 30 പേജുള്ള കത്തിലെ ഒരു പ്രസക്തമായ ഭാഗമാണ് പീപ്പിൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ശ്രീ എം രാജീവ്, അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരുപക്ഷെ സരിത കത്തിൽ സർക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്ന് സരിത തന്നെ സമ്മതിക്കുന്ന ഘട്ടത്തിൽ ഇതല്ല കത്തെന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കാട്ടിയ കത്തിൽ തന്നെ PC വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ, KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ പേരുകൾ നമ്മൾ ലൂട്ട് ചെയ്ത് മാധ്യമങ്ങൾ പുറത്തെത്തിച്ചതാണ്. ഇപ്പോൾ ഇതൊക്കെ സ്ഥിരീകരിക്കുകയാണ് ഈ നൽകിയ കത്തിൽ പറയുന്നത്. ആ കത്തിന്റെ പകർപ്പ് ഇന്ന് സോളാർ കമ്മീഷന് നൽകിയ സരിതയുടെ കത്തിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ച അതിലെ ഒരു ഭാഗം മാത്രം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുമ്പോൾ ആര്യാടൻ മുഹമ്മദ് ലൈംഗിക ചുവയോടുകൂടി തന്നോട് പെരുമാറി, ശാരീരികവും സാമ്പത്തികവുമായ ചൂഷണത്തിന് താൻ വിധേയയായി എന്ന് സരിത ഇതിൽ സമ്മതിക്കുന്നു. അതിൽ ആദ്യ പേര് ആര്യാടൻ മുഹമ്മദിന്റെയും. ശ്രീ രാജീവ്, തീർച്ചയായും അജിംഷാദ്, വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ MLA-മാരുൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളുമായി തനിക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കായി. അതിൽ പലരും തന്നെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കത്തിൻ്റെ ഈ പ്രസക്ത ഭാഗത്തിലുള്ളത്. അതിൽ പേരെടുത്ത് പറയുന്ന ഒരാൾ ആര്യാടൻ മുഹമ്മദാണ്. ആ ഭാഗമാണ് നമ്മൾ ഈ കത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ 30 പേജുള്ള ഈ കത്തിലുള്ളത്. അതിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, അതിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സരിതയുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സോളാർ കമ്മീഷനിൽ മുദ്രവെച്ച കവറിൽ സരിത നൽകിയിരുന്നു. ഈ കത്താണ് നമ്മൾ സംഘടിപ്പിക്കുകയും ഇപ്പോൾ കൃത്യമായി തന്നെ ഇത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പീപ്പിൾ TV എക്സ്ക്ലൂസീവായാണ് ഈ കത്തിന്റെ പ്രസക്ത ഭാഗം പുറത്തുവിടുന്നത്. തീർച്ചയായും സരിത ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ നൽകിയ ഈ കത്ത് നമ്മൾ എഴുതി തീർച്ചയായും സരിത ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ നൽകിയ കത്തിന്റെ പകർപ്പ്, രഹസ്യമായി മുദ്രവെച്ച കവറിൽ നൽകിയ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. ആ കത്തിലെ ഒരു ഭാഗമാണ് ആര്യാടൻ മുഹമ്മദ് ലൈംഗികമായി തന്നെ ഉപയോഗിച്ചു, തന്നോട് മോശമായി പെരുമാറി, പിതാവിന്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദ്, മന്ത്രി ആര്യാടൻ മുഹമ്മദ്, വിദ്യുത് ശക്തി മന്ത്രി ആര്യാടൻ മുഹമ്മദ് സാർ തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, ശാരീരികവും
സാമ്പത്തികവുമായ ചൂഷണങ്ങൾക്ക് നിരവധി മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് UDF മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് താൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് സരിത തുറന്നെഴുതുന്നു. അതിലെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. ശ്രീ രാജീവ്, അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ സോളാർ കമ്മീഷന്റെ പരിധിക്ക് പുറത്തേക്ക് സ്ത്രീയെ ശാരീരികമായി അധികാരം ഉപയോഗിച്ച് പീഡിപ്പിച്ചു എന്നതിൻ്റെ ഗൗരവമായ കുറ്റം കൂടി നിയമവശമായി വരും നാളുകളിൽ വരാനിരിക്കുകയല്ലേ? നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന ഈ കത്തിന്റെ പരാമർശത്തിൽ അത്തരത്തിൽ കൂടി ചർച്ച വ്യാപിപ്പിക്കണമോ ഈ ഘട്ടത്തിൽ? അജിംഷാദ്, ഈ കത്തെഴുതുന്നത് സരിത മറ്റൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളിലും വീഴാതെ അറസ്റ്റിലായിരുന്ന സമയത്താണ് ഈ കത്ത് എഴുതുന്നത്. സോളാർ കമ്മീഷനിൽ ഈ കത്ത് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ACGM എറണാകുളം ACGM NV രാജുവിന് മുമ്പിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ സരിത അന്നും മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി രേഖപ്പെടുത്താതെ ഇത് കത്തായി എഴുതി തരാനാണ് ഈ ACGM NV രാജു ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ ഭാഗമായി സരിത 30 പേജുകളിലായി ഈ കാര്യങ്ങൾ, തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ, തന്നെ ശാരീരികമായി ചൂഷണം ചെയ്തവർ, തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തവർ, ഇവരുടെ പേരുകൾ അടങ്ങിയിട്ടുള്ള കത്ത് എഴുതുകയും ഈ കത്ത് പുറത്തേക്ക് ഫെനി ബാലകൃഷ്ണൻ വഴി കൊടുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ആ കത്ത് സോളാർ കമ്മീഷനിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ ഇത് പിടിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരുന്നു. നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്, സരിത ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും അനുകൂലമായി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പാണ് ഈ സംഭവങ്ങൾ. അതായത് യഥാർത്ഥത്തിൽ സരിതയെ സ്വാധീനിക്കാൻ കഴിയുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കത്ത് എഴുതുന്നതും പിന്നീട് ഈ കത്ത് കാണാതാവുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ കത്ത് സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഹാജരാക്കി. ആ കത്തിലെ ഒരു പ്രസക്തമായ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായ വിവരങ്ങൾ ഈ കത്തിലുണ്ട്. സരിതയുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള കത്താണത്. മുഖ്യമന്ത്രിയുമായും കേന്ദ്രമന്ത്രിമാരുമായും സംസ്ഥാന മന്ത്രിമാരുമായും MLA മാരുമായും താൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് ബന്ധപ്പെട്ടിരുന്നു. ഇവരിൽ പലരും തന്നെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തവരാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം സരിത കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പിതാവിൻ്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ കാര്യമാണ്. പിതാവിൻ്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന കാര്യം പറയുന്നു. ഈ കത്തിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അജിംഷാദ് ഉള്ളത്. അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്കായി പുറത്തുവിടുന്നത്. അജിംഷാദ്, തീർച്ചയായും സമഗ്രമായ ആ കത്ത് തന്നെ ഉടൻ തന്നെ പീപ്പിൾ TV പുറത്തുവിടുകയും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. ആര്യാടൻ മുഹമ്മദ് ശാരീരികമായി തന്നെ പീഡിപ്പിച്ചു എന്ന് ആ കത്തിൽ മുദ്രവെച്ച് ഇന്ന് നൽകിയ സോളാർ കമ്മീഷൻ നൽകിയ കത്തിൽ പറയുന്നു. ആ കത്തിൻ്റെ പകർപ്പാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. വിശദാംശങ്ങൾ നൽകുന്നത് എക്സിക്യൂട്ടീവ് എഡിറ്റർ M രാജീവ് കൂടിയാണ്. ശ്രീ രാജീവ്, ഒരു കാര്യം കൂടി, അതായത് ആര്യാടൻ മുഹമ്മദിനെതിരെ ഒരുപക്ഷെ മാധ്യമ നിരീക്ഷണത്തിൻ്റെ, നിഷ്പക്ഷമായ മാധ്യമ നിരീക്ഷണത്തിൻ്റെ ബുദ്ധിയിൽ കൂടി റിന്യൂവൽ എനർജിയുമായി ബന്ധപ്പെട്ട പോളിസിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ആര്യാടൻ മുഹമ്മദിനെ കാണാൻ ശ്രമിച്ചത്. മറ്റു മന്ത്രിമാർക്കൊപ്പം ആര്യാടൻ മുഹമ്മദും തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ശാരീരികമായി മോശമായി പെരുമാറി പിതാവിൻ്റെ പ്രായമുള്ള ആര്യാടൻ എന്ന് പറയുമ്പോൾ യുക്തിപരമായി നേരത്തെ പീപ്പിൾ TV ആണ് ഈ വാർത്ത പുറത്തെത്തിച്ചത്. മല്ലേലി ശ്രീധരൻ നായർ പറഞ്ഞത് ഇന്ന് ശ്രീധരൻ നായരുടെ ഒരു പങ്ക്, ശ്രീധരൻ നായർ നൽകിയ പണത്തിൻ്റെ ഒരു പങ്ക് മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് സരിത സമ്മതിക്കുന്നുള്ളൂ. ഈ സാഹചര്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ യുക്തിപരമായി തന്നെ നേരത്തെ സരിത നൽകിയ മൊഴിയും ഒക്കെയായി കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ ചേർന്ന് പോകുന്നതാണോ, എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ നിഷ്പക്ഷമായി നിരീക്ഷിക്കുമ്പോൾ ഈ കത്തിൻ്റെ പകർപ്പ് നമുക്ക് ലഭിക്കുന്ന ഘട്ടത്തിൽ കൂടി? അജിംഷാദ്, ഈ കത്ത് നമ്മൾ പുറത്തുവിടുന്നത് ഒരു സാഹചര്യം മനസ്സിലാക്കണം. കൃത്യമായി പറഞ്ഞാൽ സരിത ഈ കത്ത് എഴുതുന്നത് പത്തനംതിട്ട ജില്ലാ ജയിലിൽ നിന്നാണ്. പത്തനംതിട്ട ജില്ലാ ജയിലിൽ നിന്ന് എഴുതിയ കത്ത് പിന്നീട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ വെച്ച് 4 പേജായ ഒരു കത്തായി മാറുന്നത് എങ്ങനെയെന്ന് സരിത സോളാർ കമ്മീഷനിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഭാഗമായി സരിതയുടെ തന്നെ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, സോളാർ കമ്മീഷന് മുമ്പാകെ സരിത നൽകിയ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് വനിതാ ജയിലിൽ സംഭവിച്ചത് എന്താണെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സ്വാധീനിക്കാൻ താനുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രദീപിനെ ശ്രീ രാജീവ് ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ വാർത്തയോട് പ്രതികരിക്കാനായി മുൻ ചീഫ് വിപ്പ് കൂടിയായ PC ജോർജ് ചേരുകയാണ്. ശ്രീ PC ജോർജ്, അറിഞ്ഞോ താങ്കൾ കാര്യങ്ങൾ? പീപ്പിൾ TVക്ക് ആ കത്തിൻ്റെ പകർപ്പ് ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ സരിത അന്ന് എഴുതിയ കത്ത് താങ്കൾ വായിച്ചിരിക്കാം. 30 പേജിൽ നിന്ന് 4 പേജായി ഒരു മാനിപ്പുലേഷനിലൂടെ ചുരുങ്ങിയ ആ കത്ത് വായിച്ചിരിക്കാം. പക്ഷേ ഇന്ന് ആ 30 പേജിൻ്റെ പൂർണ്ണ രൂപം സരിത ഇന്ന് സോളാർ കമ്മീഷനിൽ മുദ്രവെച്ച കവറായി നൽകിയിരിക്കുന്നു. ആ കത്തിൻ്റെ കോപ്പിയാണ് ഇന്ന് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്.
അത് പ്രകാരം നോക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് ലൈംഗികമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം കൂടി സരിത അതിൽ പറയുന്നു. സത്യമാണ്, എനിക്കിതറിയാം. ഞാൻ കത്ത് വായിച്ചതാണ്. ആ, സരിത കൊണ്ടുവന്ന് കത്ത് തന്നു, ഞാനിത് വായിച്ചതാണ്. അതിനകത്ത് ഈ ആര്യാടന്റെ കാര്യമുണ്ട്, ഞാനിത് കണ്ടതാണ്. ആ, അതായത് മന്ത്രിമാരുടെ പലരുടെ പേരുണ്ട്, മുഖ്യമന്ത്രിയുടെ പേരുണ്ട്, MLA-മാരുടെ പേരുമുണ്ട്. ഇത് ഒളിച്ചു വെക്കുന്ന ഇതൊക്കെ എനിക്കറിയാം. ആ, പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ അവരെ ലൈംഗികമായ കാര്യങ്ങൾ പുറത്തുകൂടെ പറയുന്നതിനോട് അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാതിരുന്നതാണ്. ആ, ഒരു സംശയം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഇനിയിപ്പോ ഇത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇത് അറിയാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും അറിയാം. ഈ കത്ത് കോപ്പി ഇപ്പൊ ഉള്ളത് നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ളയെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തെ വിളിച്ചോളൂ, അദ്ദേഹത്തിന്റെ കറക്റ്റ് പൊസിഷൻ മുഴുവൻ പറയും. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം സത്യത്തിൽ ഈ എടുത്ത് മേടിക്കുന്നതും ഒക്കെ എന്താന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ആ ഉമ്മൻചാണ്ടി രക്ഷിക്കാൻ വേണ്ടിയാണ് ബാലകൃഷ്ണപിള്ള ശ്രമിച്ചതെങ്കിലും ഉമ്മൻചാണ്ടി ബാലകൃഷ്ണ രക്ഷിക്കുന്നത് ശിക്ഷിക്കാൻ ഇറങ്ങി. ഉമ്മൻചാണ്ടി ബാലകൃഷ്ണനെ ശിക്ഷിക്കാൻ ഇറങ്ങിയപ്പോഴും ബാലകൃഷ്ണപിള്ള സത്യസന്ധമായിട്ട് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനും UDF രക്ഷിക്കാനാണ് നോക്കിയത്. പക്ഷേ അവസാനം തിക്താനുഭവം വേദനിക്കുന്ന അനുഭവത്തോടെ മുന്നണി ഇന്ന് പുറത്തു പോകുന്ന ഗതികേടും ബാലകൃഷ്ണനൊക്കെ ഉണ്ടായി. തീർച്ചയായും. അതായത് ശ്രീ PC ജോർജ്, താങ്കൾ ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്ന ഈ കത്തിന്റെ പകർപ്പ് താങ്കളും ബാലകൃഷ്ണപിള്ളയും ഒക്കെ വായിച്ചിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് അന്ന് ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. ആ കത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്, ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ടത്. തുടർന്നുള്ള ഭാഗങ്ങൾ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ താങ്കൾക്ക് മറ്റുള്ള MLA-മാരുടെയും മന്ത്രിമാരുടെയും പേര് പറയാം. ശ്രീ PC ജോർജ്. ഞാനത് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനും MLA ആയിരുന്നയാളാണ്. ഇപ്പോ ഞാന് മറ്റ് കൂട്ട് MLA-മാർ അവർക്കൊക്കെ പറ്റിയ അബദ്ധത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. എനിക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ പോലും ഒരു MLA-യും മോശമാക്കാൻ ഞാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ എന്ത് ലാഭം ഇതുകൊണ്ടെന്നുള്ളത് നോക്കുമ്പോഴാണ് എനിക്ക് മനപ്രയാസം. ഒറ്റ പ്രശ്നമുള്ളൂ, ഒരു വനിതാ വ്യവസായ സംരംഭയായി വന്ന ആ സ്ത്രീയോട് നമ്മുടെ ഭരണാധികാരികളും മുഖ്യമന്ത്രി ഉൾപ്പെടെയും ചെയ്ത ആ ചെയ്തികൾ വളരെ മോശമായി പോയി. ഞാൻ അതിൽ ദുഃഖിതനാണ്. അതിൽ ഒരു MLA-യുടെ പേര് പോലും പറഞ്ഞ് ഞാൻ പ്രതിഷേധിക്കുന്നില്ല. ശരിയാണ്, സ്ത്രീവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശാരീരികവും മാനസികവുമായും സാമ്പത്തികമായും ഒക്കെ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്. ആര്യാടൻ മുഹമ്മദാണ് അത്തരത്തിൽ പീഡിപ്പിച്ച ഒരാൾ തന്നെ പീഡിപ്പിച്ച ഒരാൾ എന്ന് സരിത തന്നെ കുറിക്കുന്നു. പക്ഷേ ബാക്കിയുള്ളവരുടെ പേരുകൾ താങ്കൾക്കറിയാമെങ്കിൽ അത് പറയാതിരിക്കുന്നത് തെറ്റാണ്. ശ്രീ PC ജോർജ്. ഞാൻ തെറ്റായിട്ട് കണക്കാക്കുന്നില്ല. കേരള ജനസമൂഹം എന്നെ കുറ്റക്കാരനാക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ സരിത തന്നെ അത് പറയട്ടെ. ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സരിതയ്ക്ക് അത് പുറത്ത് പറയാമല്ലോ. സരിത പറയട്ടെ. സരിത ഏതെങ്കിലും തെറ്റ് പറഞ്ഞാൽ സരിത പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ വിളിച്ചു പറയാം. സരിത പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണെന്നും വിളിച്ചു പറയാം. അതല്ലാതെ എന്നിലൂടെ അത് പുറത്തു വരിക എന്ന് പറയുന്നത് ചരിത്രത്തിൽ PC-യോട് ഈ MLA-മാരെ മന്ത്രിമാരെ മുഴുവൻ നശിപ്പിച്ച ആളായിട്ട് അറിയപ്പെടും. ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. അവർ ചെയ്ത ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുന്നുള്ള സത്യമൊക്കെ ഉണ്ടെങ്കിലും എന്റെ വായിൽ നിന്ന് അത് വീഴുന്നില്ല. എനിക്ക് മനപ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ അവർ ചെയ്തത് തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 80-കാരനായ ആര്യാടൻ മുതൽ 28-കാരനായ MLA വരെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഈ രീതിയിൽ ആ സ്ത്രീയെ പീഡിപ്പിക്കുകയും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിക്കുകയും ചെയ്തത് തെറ്റായ നടപടിയാണ്. യാതൊരു സംശയമില്ല. അതിനകത്ത് പക്ഷേ ഈ കോൺഗ്രസിനകത്ത് AI ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അബ്ദുള്ള കുട്ടി തെറ്റുകാരനാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ അബ്ദുള്ള കുട്ടിക്കെതിരെ കേസ് കൊടുപ്പിച്ചത് കോൺഗ്രസിന്റെ KPCC സെക്രട്ടറിയായ A ഗ്രൂപ്പുകാരനെ ഉമ്മൻചാണ്ടിയുടെ ആളാണ്. അതെ, ഉമ്മൻചാണ്ടിയുടെ കൈകൾ അതിലുണ്ടെന്ന് സരിത പറഞ്ഞു. അതെ, സംശയമില്ല. അതാണ് സത്യം. ഈ ഉമ്മൻചാണ്ടി സംഭവം നടന്നതാണ്, അത് പുറത്തു പറയാൻ തന്നെ പ്രേരിപ്പിച്ചത് ഈ ഘട്ടമാണ് എന്നാണ് സരിത പറഞ്ഞത്. അതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി ചെയ്യാത്ത പാപം വല്ലുണ്ടോ? K കരുണാകരനെ ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയാമോ, ക്രയോജനിക് എഞ്ചിൻ എല്ലാ ശാസ്ത്രീയമായ വശം കണ്ടുപിടിച്ച നമ്പിനാരായണനെ കള്ളക്കേസിൽ കുടുക്കി പെണ്ണുകേസിൽ കുടുക്കി അകത്താക്കി നാറ്റിച്ച് നശിപ്പിച്ച് അമേരിക്ക റഷ്യ ഉൾപ്പെടെയുള്ള വൻകിട രാഷ്ട്രങ്ങളുടെ മുഴുവൻ ആഗ്രഹത്തിനനുസരിച്ച് കരുണാകരനെ കൂടെ പിടിച്ച് മോശമാക്കി നശിപ്പിച്ച ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി അല്ലാതെ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത പാപം എന്താണെന്നല്ല, കേരളമല്ല ഇന്ത്യ രാജ്യത്തിന് ചെയ്ത പാപത്തെ പറ്റി ചിന്തിക്കേണ്ടതാണ് കോൺഗ്രസ് നേതാക്കന്മാർ. കോൺഗ്രസിന്റെ പ്രവർത്തനം ചിന്തിക്കേണ്ട പ്രശ്നം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 96 ലോകത്ത് ആദ്യമായിട്ട് ക്രയോജനിക് എഞ്ചിൻ ഏറ്റവും ലാഭകരമായി ഉത്പാദിപ്പിക്കുന്ന വ്യക്തിയായി, ശാസ്ത്രജ്ഞനായി, ആ ശാസ്ത്ര ലോകമായി ഇന്ത്യ മാറുമായിരുന്നു. അതായത് കോടാനുകോടി, ആയിരക്കണക്കിന് കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറേണ്ടതായിരുന്നു.
അതിനെ വെറും രാഷ്ട്രീയ ലക്ഷ്യം മുഖ്യമന്ത്രി പറഞ്ഞെന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി ഉമ്മൻചാണ്ടി തകർത്ത് തരിപ്പണമാക്കി എന്ന തീർച്ചയായും ശ്രീ പി സി ജോർജ്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിള്ള സാർ നമ്മോടൊപ്പം ഉണ്ട് ലൈനിൽ. താങ്കൾക്കും തുടരാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അതായത് പീപ്പിൾ ടി വിക്ക് അന്ന് ജയിലിൽ വെച്ചെഴുതിയ ആ 30 പേജിൽ സരിത പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കത്തിന്റെ പകർപ്പ് ഇന്ന് സോളാർ കമ്മീഷനിൽ മുദ്രവെച്ച കവറായി സരിത നൽകിയ കത്തിന്റെ പകർപ്പിന്റെ ഒരു ഭാഗം ഇതാ പീപ്പിൾ ടി വി പുറത്തുവിടുകയാണ്. അതിന്റെ പകർപ്പ് സഹിതം പുറത്തുവിടുകയാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന പിതാവിന്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദ് സാർ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു, ശാരീരികമായി മോശമായി പെരുമാറി, തന്നോട് സാമ്പത്തികവും ശാരീരികവുമായി ഞാൻ മന്ത്രിമാരിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടു എന്ന് സരിത കുറിക്കുന്നു. ആ ഭാഗമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ശ്രീ പിള്ള സാർ. എടുത്ത് കണ്ടിരിക്കുന്നല്ലേ ജോർജ് പറഞ്ഞത്? ഞാനത് കണ്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല. ആ കത്ത് സരിത കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ അന്വേഷണ കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ബോംബുകളാണ് ഇനി പൊട്ടാൻ പോകുന്നത്. ആര്യാടൻ മാത്രമൊന്നുമല്ല, മന്ത്രിസഭയിലുള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലും കേരള മന്ത്രിസഭയിലുമുള്ള 5 or 6 ആളുകൾ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അതെ, അല്ല അന്നത്തെ കാര്യമല്ലയോ പറയുന്നത്, നമ്മുടെ അന്നത്തെ കാര്യമാണല്ലോ പറയുന്നത്, ഉണ്ടായിരുന്ന ആളുകൾ, MP-മാർ, അതുപോലെ തന്നെ MLA-മാർ, ഇന്ന് നിലവിലുള്ള MLA-മാർ, ഇവരുടെയൊക്കെ പേരകത്തുണ്ട്. ഇതൊന്നും അന്ന് നിങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഈ കാര്യങ്ങൾ പേര് പറയാതെ തന്നെ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് താങ്കളെ തന്നെ ഇപ്പോൾ വിളിച്ചത്. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ഇതെല്ലാം പുറത്തു വരട്ടെ. ഇതിന്റെ കത്ത് ഇപ്പോഴും എന്തൊക്കെയാണെന്ന് എനിക്കറിയാമല്ലോ, ജോർജിനും അറിയാം. അപ്പൊ അതുകൊണ്ട് പുറത്തു വരട്ടെ. അല്ല, മറ്റ് സംസ്ഥാന മന്ത്രിമാർ ആരൊക്കെയാണെന്നാ പറഞ്ഞത് സാർ? അതെ, മറ്റ് സംസ്ഥാന മന്ത്രിമാരുടെ പേരുകൾ ആരൊക്കെയാണെന്നാണ്? അല്ല, അത് പറയണമെങ്കിൽ പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാന് ആ മുന്നണിയിൽ നിൽക്കുമ്പോ ഉമ്മൻചാണ്ടിയും പ്രകൃതികളും എന്നെ വളരെ സമ്മർദ്ദം ചെലുത്തിയാണ് ആ മാതിരി കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചത്. അത് ആ മുന്നണിയിൽ നിന്നുകൊണ്ട് ലഭിച്ച കാര്യങ്ങൾ, ഞാൻ അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് തന്നെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മാതിരി കാര്യങ്ങൾ അന്ന് എന്റെ ഒരു മാന്യത പ്രമാണിച്ച്, ജോർജ് അന്ന് അക്കൂട്ടം ചെയ്ത ആളാ, മാന്യത പ്രമാണിച്ച് ഞങ്ങളാരും ഇത് പുറത്തു പറയാൻ പോയില്ല, ഇത് ഉപയോഗിച്ചതുമില്ല. അതുകൊണ്ട് ഇപ്പോഴല്ലോ, ഇപ്പൊ കത്ത് പുറത്തു വരാൻ പോവില്ല. ഇനിയിപ്പം ആ കത്ത് 30 പേജല്ല, അതിലെ കൂടുതലുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അതിന്റെ പകർപ്പ് ഇപ്പോൾ ഓരോന്നായി പീപ്പിൾ ടി വി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കത്തിന് മുമ്പ് താങ്കൾക്ക് വെളിപ്പെടുത്താം ശ്രീ പിള്ള സാർ. താങ്കൾ സത്യം മറച്ചു വെക്കും, കള്ളം പറയില്ല. അതുകൊണ്ട് ദയവായി ക്ഷമിക്കണം, ഞാനതിപ്പോ വെളിപ്പെടുത്തില്ല. കാരണം കമ്മീഷന്റെ മുമ്പിൽ വെളിപ്പെടുത്താത്ത കാര്യം ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ നമുക്ക്, അതനുസരിച്ച് കമ്മീഷന്റെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്താൻ പറ്റുകയില്ലെന്നും അത് എന്റെ അഭിമാനത്തിന് യോജിച്ചതല്ലെന്നും പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് എന്റെ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അത് വന്നോളും. പക്ഷേ ഈ ഘട്ടത്തിൽ പിള്ള സാർ ഈ ഘട്ടത്തിൽ, അതായത് ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചുള്ള ഭാഗം പീപ്പിൾ ടി വിക്ക് ലഭിച്ചു, അത് ഇതാ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്ന് ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് വായിച്ചത് ഇപ്പോൾ താങ്കളുടെ ഓർമ്മയിലെത്തിയല്ലോ. എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്നേ. എനിക്ക് ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാനത് 2 പ്രാവശ്യം വായിച്ചാണ് ആ കത്ത്. അത് വെർബാറ്റം എനിക്ക് പലതും ഓർമ്മയുണ്ട്. ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. അത് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അറിയട്ടെ. ഏതായാലും ഇത് മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ ആ പേജുകളിലൊക്കെ ഇതെല്ലാം വരും, ഈ കാര്യങ്ങളെല്ലാം വരും. ഏതായാലും നമ്മള് വേണ്ട എന്ന് തീരുമാനിക്കുകയും ഈ ഒക്കെ പറയുന്നത് ശരിയല്ല എന്ന് ഈ പ്രായമായ കാലത്ത് തോന്നുകയും, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ഇല്ലെങ്കിൽ പോലും ആ മുന്നണിയിൽ ഇരുന്നു കൊണ്ട്, ആ മുന്നണി ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയ്ക്ക് ഇരുന്നു കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ആ ഗവൺമെന്റിനെ മറിച്ചിടാനോ കഴിയില്ല. വേണമെങ്കിൽ ഈ ഗവൺമെന്റിനെ മറിച്ചിടാൻ കഴിയുമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്റെ ഒരു സ്വഭാവവും എന്റെ മാന്യതയും ഞാൻ കാത്തു. പക്ഷേ ഉമ്മൻചാണ്ടിയോ മറ്റുള്ളവരോ തിരിച്ചിങ്ങോട്ട് ചെയ്തില്ല. എന്നിട്ടും ഒന്നും ചെയ്തില്ല. വരട്ടെ. തീർച്ചയായും കീഴൂട്ട് രാമൻ പിള്ളയുടെ മകൻ ഒരുപക്ഷെ ആർ ബാലകൃഷ്ണപിള്ള സാർ ഒരുപക്ഷെ UDF രൂപീകരിച്ച UDFന്റെ ശില്പികളിൽ ഒരാൾ, ഇത്രയേറെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ്,
അങ്ങനെയുള്ള താങ്കൾക്ക് ഒരുപക്ഷെ ഇതിന് മറ്റൊരു ആംഗിൾ കൂടിയുണ്ട്, നൈതികതയുടെ മറ്റൊരു വശം കൂടിയുണ്ട് ഇതിന്. അതായത് ഒരു സ്ത്രീ ശാരീരികമായി കൊള്ളയടിക്കപ്പെടുന്നു അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്, ജനങ്ങൾ ഏൽപ്പിച്ച അധികാരം അവർ ദുർവിനിയോഗം ചെയ്യുന്നു. സോളാർ കമ്മീഷന്റെ പരിധിക്ക് പുറത്തേക്ക് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ച വശം കൂടി ഇതിനില്ലേ? തുറന്നു പറയാൻ ബാധ്യതയുണ്ട്. ഞാനത് ഉമ്മൻചാണ്ടിയോട് ഇതൊക്കെ പരിപാലിക്കേണ്ടയാള് എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടിയോട് അക്കമിട്ട് എണ്ണി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇത് പുറത്തു വരാൻ പാടില്ല എന്ന് അന്ന് മുന്നണിയിലുണ്ടായിരുന്ന എന്നോട് ആവശ്യപ്പെടുകയും എന്റെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങള് മുന്നണിയിൽ ഇരുന്നു കൊണ്ട് വള്ളത്തിലിരുന്നു കൊണ്ട് വള്ളം മുക്കരുത് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മാറിയുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അന്ന് കിട്ടിയ കടലാസ് ശരിയാണോ ഇല്ലയോ എന്ന് സരിത കൊടുക്കട്ടെ. സരിത കൊടുത്തു കഴിയുമ്പോ പറയാം ഇത് പൂർണ്ണമാണോ, അത് ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ, ആ കടലാസിലുള്ള ആളുകൾ മുഴുവൻ. സരിത ഇതുവരെ പറയാതിരുന്നതല്ലേ, ഇനിയിപ്പോ പറയുകയാണെങ്കിൽ കത്ത് മുഴുവൻ പറയണം. പറയാതിരിക്കുന്നത് ശരിയല്ല. കത്ത് മുഴുവൻ പറയട്ടെ. പറയും പിന്നെ എന്റെ സഹായമോ ജോർജിന്റെ സഹായമോ ഒന്നും ആവശ്യമില്ല. കത്ത് മുഴുവൻ അതിനകത്ത് കത്തിലില്ലാത്ത ഭാഗങ്ങളുണ്ട്, അതുകൂടെ അറിഞ്ഞിരിക്കണം. MP യെ പറ്റി എഴുതിയിരിക്കുന്നത് കത്തല്ല, ഒരു സ്ലിപ്പാണ്. എന്തോ കേട്ടില്ല പിള്ള സാർ കേട്ടില്ല. ഒരു MP യെ പറ്റി അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ കത്തിന്റെ ഭാഗം അല്ലാതെ ഒരു സ്ലിപ്പാ. അത് സരിത തന്നെ കോടതി പറഞ്ഞു. ഒരു സ്ലിപ്പിലാണ് എഴുതിയേക്കെന്ന് പറഞ്ഞു. ആ സ്ലിപ്പും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വരട്ടെ, എല്ലാം വരട്ടെ. ഒരുപാട് മാന്യന്മാരുടെ പൊയ്മുഖം അഴിഞ്ഞു വിടുന്നതല്ലേ. ഇപ്പൊ തന്നെ ഒരാടെ വീണ് തുടങ്ങിയല്ലോ, ബാക്കി വരട്ടെ, എന്തൊക്കെയാന്ന് അറിയട്ടെ. അവരെന്താണ് കോടതി കൊടുത്തിരിക്കുന്നത്. കാരണം കോടതിയിൽ കൊടുക്കാനും പറയാനും എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം പുറത്തു പറയുക എന്ന് പറയുന്നത് നിയമത്തെ പറ്റിയും ഈ കാര്യങ്ങളെ പറ്റിയും ബഹുമാനമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എന്റെ ഭാഗത്ത് ശരിയല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും പിള്ള സാർ, PC ജോർജ് കൂടി നമ്മോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു. PC ശ്രീ PC ജോർജ്, 28 വയസ്സുള്ള ആൾ മീൻസ് പിതാവിന്റെ പ്രായമുള്ള ആര്യാടൻ മുഹമ്മദ് വരെ മുതൽ 28 വയസ്സ് പ്രായമുള്ളവർ വരെ ഉണ്ടെന്ന് പറയുന്നു. മണ്ഡലമെങ്കിലും പറയാമോ? എറണാകുളം ഉണ്ടോ, ചെങ്ങന്നൂരുണ്ടോ, പറയാമോ? എറണാകുളം ഉണ്ട്, പിന്നെ ചെങ്ങന്നൂരുണ്ടോ? ശ്രീ PC ജോർജ്, ചെങ്ങന്നൂരുണ്ടോ? ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറയല. വ്യക്തമാണ്. അച്ഛൻ പത്തായത്തിലില്ല. ശ്രീ PC ജോർജ്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ രാജീവ്, അതായത് നമ്മൾ പുറത്തുവിട്ട കത്തിന്റെ പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി സ്ഥിരീകരണങ്ങളായി കത്ത് കണ്ട ആ 30 പേജുള്ള കത്ത് കണ്ട PC ജോർജും R ബാലകൃഷ്ണപിള്ളയും സ്ഥിരീകരിക്കുകയാണ്. ശ്രീ രാജീവ്, ഒരുപാട് കാര്യങ്ങൾ പുറത്തെത്താനുണ്ട്. PC ജോർജ് ഒരു കാര്യം കൂടി പറഞ്ഞു, എറണാകുളം മണ്ഡലമുണ്ട്, ചെങ്ങന്നൂരിന്റെ പേര് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വ്യക്തമാവുകയാണ് 2 MLA-മാരുടെ പേര് കൂടി കത്ത് വായിച്ച ആളെന്നുള്ള നിലയിൽ. ശ്രീ രാജീവ്, നമ്മൾ ഈ കത്തിൻ്റെ ഒരു ഭാഗം മാത്രം പുറത്തുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗം പുറത്തു വിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഏത് കത്താണ്? കാരണം നിരവധി കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട്, സരിതയുമായി ബന്ധപ്പെട്ട് 2 കത്തുകൾ ഓൾറെഡി ചർച്ചകളിലുണ്ട്. ഒരുപക്ഷെ ആ സീക്വൻസ് ഞാൻ ഒന്നുകൂടി പറയാം. 2013 ജൂലൈയിൽ ഇത് സരിത മൊഴി കൊടുത്തിരിക്കുന്നതാണ് സോളാർ കമ്മീഷൻ മുമ്പാകെ. 2013 ജൂലൈയിൽ എറണാകുളം ACJM കോടതി പുറപ്പെടുവിച്ച പ്രൊഡക്ഷൻ വാറണ്ടിൽ പത്തനംതിട്ട ജയിലിൽ നിന്നും കോടതിയിൽ ഹാജരാക്കി. പെരുമ്പാവൂർ DYSPയുടെ കസ്റ്റഡിയിലിരിക്കെയാണ് ഇപ്പോൾ വിവാദമായ 30 പുറങ്ങളുള്ള കത്ത് താൻ എഴുതിയത്. ഈ കത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ കത്ത് തൻ്റെ കയ്യിലിരിക്കെ 20-ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി. പിന്നീട് പത്തനംതിട്ട ജയിലിലേക്ക് പോയി. ജൂലൈ 20-ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൻ ഇന്നലെ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കാത്തതിനാൽ ആ വിവരം കോടതിയിൽ പറയാൻ തീരുമാനിച്ചു. രഹസ്യമായി ചിലത് പറയാൻ ഉണ്ടെന്ന് പറഞ്ഞ പ്രകാരം ഉച്ചയ്ക്ക് ശേഷം 1:30 വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് NV രാജുവിൻ്റെ കോർട്ടിലേക്ക് വരുന്നത്. NV രാജു ഇത് കാര്യമായി എഴുതിയെടുക്കാതെ, അല്ലെങ്കിൽ എഴുതിയെടുത്തതിന് ശേഷം കൃത്യമായി തന്നെ പറഞ്ഞു പരാതിയായിട്ട് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂപ്രണ്ട് വഴി പത്തനംതിട്ട ജയിലിൽ നിന്ന് ഫെന്നി ബാലകൃഷ്ണൻ എത്തിക്കുന്നത്. ഹൈക്കോടതിയിൽ ഒരു S രാജീവ് എന്ന അഡ്വക്കേറ്റിന് എത്തിക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ കത്ത് പിന്നീട്
ഗണേഷ് കുമാറിൻ്റെ PA പ്രദീപിനൊപ്പം ഫെനി വന്നു ഏൽപ്പിക്കുകയും ഈ കത്ത് പിന്നീട് ബാലകൃഷ്ണപിള്ള അടക്കമുള്ളവർ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ ഇതിൻ്റെ കണ്ടന്റ് അറിയാം. ഇപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും PC ജോർജും ഈ കത്ത് കണ്ടിട്ടുണ്ടെന്ന് സരിത തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കത്തിൻ്റെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. ഒരു ഘട്ടത്തിൽ ഒരു പ്രസക്തമായ ഭാഗം മാത്രം. ഈ പ്രസക്തമായ ഭാഗത്തിൽ സരിത പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, MLA മാർ തുടങ്ങിയവരുമായി ഈ ടീം സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെട്ടു. ഇവരിൽ പലരിൽ നിന്നും ശാരീരികവും സാമ്പത്തികവുമായ ചൂഷണം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ ആര്യാടൻ മുഹമ്മദാണ്. ആര്യാടൻ മുഹമ്മദ് ഒരു കൂടിക്കാഴ്ചയിൽ തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. തീർച്ചയായും വളരെ രഹസ്യാത്മകമായ സോളാർ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ്. ഈ തെളിവ് ഇന്ന് സരിത കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുകയുണ്ടായി. എന്തായാലും ഈ തെളിവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പലരിൽ നിന്ന് ശാരീരിക ചൂഷണം അനുഭവിച്ചിട്ടുണ്ട്. ഒപ്പം അതിൽ ഒരാളുടെ പേര് ആര്യാടൻ മുഹമ്മദ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ സംശയങ്ങളുടെ മുന്നേ നീളുന്നതിൽ മുഖ്യമന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്. ഇതിൽ ഒരാളുടെ പേര് മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. തീർച്ചയായും രാജീവ് വ്യക്തമാണ്. അതായത് NV രാജുവിൻ്റെ മുമ്പിൽ എല്ലാം പറയാമെന്ന് പറഞ്ഞ, അതായത് ഒരുപക്ഷെ ഈ സോളാറുമായി ബന്ധപ്പെട്ട് സരിതയുടെ ഏറ്റവും നിർണായകമായ ആ കത്തിൻ്റെ പകർപ്പ് എന്ന് തന്നെയാണ് ശ്രീ രാജീവ് ഉദ്ദേശിച്ചത്. അതായത് NV രാജുവിൻ്റെ മുമ്പിൽ പറയാൻ പോയതും NV രാജു എഴുതാൻ പറഞ്ഞതും NV രാജുവിൻ്റെ ആ നടപടിയിൽ ജുഡീഷ്യൽ കൗൺസിൽ പോലും മജിസ്ട്രേറ്റ് എന്ന നിലയിൽ NV രാജുവിനെ വിമർശിക്കുകയും ചെയ്ത അതേ കത്ത് 30 പേജിൽ നിന്ന് 4 പേജാക്കി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി 4 പേജാക്കി ചുരുക്കിയ അതേ കത്ത് ആർ ബാലകൃഷ്ണപിള്ളയും PC ജോർജും അന്ന് വായിച്ചിരുന്നു എന്ന് പറഞ്ഞ നിർണായകമായ ആ 30 പേജുള്ള കത്ത്, ആ കത്തിൻ്റെ പകർപ്പ് ഇന്ന് സോളാർ കമ്മീഷന് മുദ്രവെച്ച കവറായി സരിത നൽകുന്നു. ആ കത്തിൻ്റെ പകർപ്പിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇത് തന്നെയല്ലേ ശ്രീ രാജീവ് താങ്കൾ ഉദ്ദേശിച്ചത്? തീർച്ചയായും ഇത് പ്രേക്ഷകർക്ക് യാതൊരുവിധ കൺഫ്യൂഷൻ്റെ ആവശ്യമുള്ള ചിലർ നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഇത് അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് എഴുതിയ കത്താണോ, പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയ കത്താണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സംശയങ്ങളുടെ ദൂരീകരണമാണ് നമ്മളിപ്പോൾ പറയുന്നത്. സരിത ആദ്യമായി സോളാർ കേസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പാണിത്. ആ കത്തിൽ 30 പേജുള്ള കുറിപ്പ് എന്ന് സരിത പറയുന്ന ആ കുറിപ്പിൻ്റെ ഒരു പ്രസക്തമായ ഭാഗം മാത്രമാണ് നമ്മളിന്ന് പുറത്തുവിടുന്നത്. ഇതിൽ സംശയങ്ങളുടെ മുന മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, MP മാർ, MLA മാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ അടക്കം എല്ലാവരിലേക്കും നീളുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് മാത്രമുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അത് ആര്യാടൻ മുഹമ്മദാണ്. ആര്യാടൻ മുഹമ്മദ് തന്നോട് അപമര്യാദയായി ഒരു തവണ പെരുമാറി എന്ന് സരിത കുറിച്ചിരിക്കുന്ന, സരിതയുടെ കയ്യൊപ്പോടുള്ള, സരിതയുടെ കയ്യക്ഷരത്തിലുള്ള, സരിത പത്തനംതിട്ട ജില്ലാ ജയിലിൽ വെച്ച് തയ്യാറാക്കിയ കത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്.